ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ മാസ ഫലം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ ധനുക്കുറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ പെടുന്നവർക്കും അതുപോലെ മറ്റ് ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് ധനു ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ധനു ലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമുക്ക് ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജൂൺ 2-ന് ഗുരുഗ്രഹം അവരുടെ 7-ാം ഭാവരാശിയിൽ നിന്നും അഷ്ടമത്തിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രൻ ഇപ്പോൾ 7-ൽ നിൽക്കുകയാണ്. ജൂൺ 8-ന് 7-ൽ നിന്നും അഷ്ടമത്തിലേക്ക് മാറുന്നു. അതുപോലെ സൂര്യൻ ഇപ്പോൾ 6-ൽ നിൽക്കുകയാണ്. ജൂൺ 15-ന് 6-ൽ നിന്നും ആ സൂര്യൻ 7-ലേക്ക് മാറുന്നു. ചൊവ്വ ഇപ്പോൾ 5-ൽ നിൽക്കുകയാണ്. ജൂൺ 20-ന് 5-ൽ നിന്നും ചൊവ്വ 6-ലേക്ക് മാറുന്നു. ബുധൻ ഇപ്പോൾ 7-ൽ 7-ാം ഭാവാധിപനായി നിൽക്കുകയാണ്. ജൂൺ 22-ന് ആ ബുധഗ്രഹം 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. ശനി ഇപ്പോൾ 4-ലാണ്. കണ്ടകശനി സമയമാണ്. രാഹു 3-ലുണ്ട്. കേതു ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി തുടരുന്ന സമയം. അതായത് ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ശുക്രൻ, ഗുരു, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ബുധൻ ഈ 5 ഗ്രഹങ്ങൾക്ക് ജൂൺ മാസത്തിൽ രാശിമാറ്റം വരുന്നു എന്നുള്ളതാണ് ജൂൺ മാസത്തെ പ്രത്യേകത. അപ്പം നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാകുന്ന സമയമാണ് ജൂൺ മാസം. 6-ൽ സൂര്യനുണ്ട്. 6-ാം ഭാവാധിപനായ ശുക്രനും ജൂൺ 8-ന് അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട്. 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ 20-ന് 6-ലേക്ക് മാറുന്നു. അപ്പോൾ പൊതുവെ അതൊക്കെ വിപരീത രാജയോഗമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവയിലൊക്കെ നമുക്ക് സഡനായിട്ടുള്ള റിക്കവറിക്ക്, ആശ്വാസത്തിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ശാരീരികവും മാനസികവുമായിട്ട് ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകും. അപ്പോൾ പഴയ പ്രവണതകളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും. പൊതുവെ ബാഡ് ഹാബിറ്റ് ഒരു സഡനായിട്ടുള്ളൊരു മാറ്റം ഇവർക്ക് ഉണ്ടാകും. ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാകുമ്പോൾ ഒരു പരിവർത്തനം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതേസമയം നമ്മൾ ഈ ആഹാരത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ ഫുഡ് ഹാബിറ്റിൽ ഒരു മാറ്റം വരുത്തുന്നത് ഗുണം ചെയ്യും. അതുപോലെ 4-ാം ഭാവാധിപൻ ആണ് ഗുരു. ആ ഗുരു 4-ാം ഭാവാധിപനും അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാകുകയാണ്. അപ്പോൾ ഈ 4-ാം ഭാവാധിപൻ അഷ്ടമത്തിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് 4-ാം ഭാവസംബന്ധമായി, പ്രത്യേകിച്ച് ഈ ഹെർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങളുള്ളവർ, അപ്പോൾ അതിൽ നമുക്ക് ഒരു കെയർ വേണം. കഴിവതും ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഈ കൂറുകാർ ഈ സമയത്ത് ഒഴിവാക്കണം. അതേസമയം അഷ്ടമത്തിലൊക്കെ ആ ഗുരു ശുക്രനൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ഇപ്പം ചിലർ യോഗ, മെഡിറ്റേഷൻ ഇവയിലൂടെ ആരോഗ്യം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്. സഡനായിട്ടുള്ളൊരു മാറ്റം അവരുടെ ഹാബിറ്റിൽ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ 7-ൽ സ്വക്ഷേത്ര ബലവാനാണ് ജൂൺ 21 വരെ. അപ്പം ആദ്യത്തെ 3 വാരം ആ ബുധൻ വളരെ ബലാവസ്ഥയിലാണ്. അതായത് ആ ബുധൻ 10-ാം ഭാവത്തിൻ്റെ 10-ലാണ് ബലവാനാവുന്നത്. അതുപോലെ 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 6-ൽ നിൽക്കുകയാണ്. അതായത് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 10-ൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ഈ കർമ്മസംബന്ധമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കർമ്മമണ്ഡലമൊക്കെ ശക്തമാകുന്ന സമയം. തൊഴിലിലൊക്കെ നമുക്ക് കുറച്ച് ഊർജ്ജസ്വലത ഉണ്ടാകും. തൊഴിലിടത്ത് നമുക്ക് പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്.
അത് തൊഴിലിടത്ത് അംഗീകാരം ആദരവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പക്ഷേ ഈ ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥനാകുമ്പോൾ ചില മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ബാങ്കിങ് പ്രവർത്തനങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ, ആഡിറ്റിംഗ്, അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഇൻഷുറൻസ് വർക്ക്, ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സഡനായിട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ് അവർക്ക് ആ മേഖലയിൽ ഉണ്ടാകും. അതുപോലെ നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിലന്വേഷകർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ്. അവരുടെ പ്രത്യേകിച്ച് ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ അവർ ഫോക്കസ് കൂടും. പരീക്ഷകളിൽ ഭാഗ്യനേട്ടങ്ങളുണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ്. പൊതുവെ നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. ചൊവ്വ 19 വരെ 5-ൽ ബലവാനാണ്. അപ്പോൾ മൂലത്രികോണ രാശിയിലാണ് ആ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ടീച്ചിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, നമ്മൾ ഈ അഡ്വൈസർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ആ ചൊവ്വ 5-ൽ ബലവാനായിട്ട് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുടെ സമയം എന്ന് പറയും. ജൂൺ 15 മുതൽ 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 7-ൽ വരുന്നു. ആ ബുധാദിത്യ യോഗം അത് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ എങ്കിലും ബുധാദിത്യ യോഗം 7-ൽ വരുന്നുണ്ട്. അത് തൊഴിലിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അവസാനത്തെ പകുതി ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. അവർക്ക് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ടെക്നിക്കൽ അതുപോലെ മെഡിക്കൽ ജോബൊക്കെ വിദേശത്ത് അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. അവസാനത്തെ വാരം ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ 8-ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് തൊഴിലിൽ ചെറിയ തടസ്സങ്ങൾ തൊഴിലിടത്ത് ചിലപ്പോൾ ആ ബുധൻ അഷ്ടമത്തിലേക്ക് മാറുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ തൊഴിലുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7-ൽ തന്നെ നിൽക്കുകയാണ്. ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ 3 വാരം ബുധൻ ബലവാനാണ്. 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. ആ സൂര്യൻ ബുധനുമായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട് 15 മുതൽ. അപ്പോൾ ബിസിനസ്സുകാർക്ക് പൊതുവെ നേട്ടങ്ങളുടെ സമയമാണ്. ബിസിനസ് വ്യാപനത്തിന് അനുകൂല സമയമാണ്. അതിനുള്ള തന്ത്രങ്ങളൊക്കെ മെനയുന്നതിനും അനുകൂല സമയമാണ്. പുതിയ ബിസിനസ് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ അനുകൂല സമയമാണ്. അതേസമയം അവസാനത്തെ വാരം ബുധൻ അഷ്ടമത്തിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു കെയർ വേണം. വിദേശ വിപണനമൊക്കെ മെച്ചപ്പെടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപൻ ചൊവ്വ 5-ൽ തന്നെ ജൂൺ 19 വരെ മൂലത്രികോണ രാശിയിലാണ് ആ ചൊവ്വ നിൽക്കുന്നത്. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 7-ലാണ്, സ്വക്ഷേത്ര ബലവാനാണ്. ജന്മരാശിയിലേക്ക് ആ ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരുവുമായിട്ട് ബുധന് അവസാനത്തെ വാരം യോഗം വരുന്നുണ്ട്. അപ്പോൾ പഠനത്തിന് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ അവർക്ക് സാധ്യമാകും. ഇപ്പോൾ എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 5-ലെ ആ ചൊവ്വയുടെ സ്ഥിതിയൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്കും വിജയം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ബുധ ആദിത്യ യോഗം പ്രത്യേകിച്ച് പഠിതാക്കൾക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതിന് സഹായകമാകും. 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ലേക്ക് വരികയും ആ സൂര്യന് ബുധനുമായിട്ടുള്ള ബന്ധം വരികയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നമ്മൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം
ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ അല്ലെങ്കിൽ വിദേശത്ത് ഉന്നത പഠനം സെർച്ച് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഗവേഷണ വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂല സമയമാണ്. ഇപ്പോൾ ബുധൻ, ഗുരു, ശുക്രൻ ഒക്കെ തന്നെ അഷ്ടമത്തിൽ വരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 4-ലാണ്. അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതിയിലാണ്. അതുപോലെ 8 മുതൽ ശുക്രനും അഷ്ടമത്തിൽ ഗുരുവിൻ്റെ കൂടെ യോഗം ചെയ്യുന്നുണ്ട്. ആ ഗുരുശുക്ര യോഗം, ലക്ഷ്മി നാരായണ യോഗം 8-ൽ വരുന്നതും ആ 2-ലേക്ക് ഗുരുവും ശുക്രനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോണിറ്ററി ഗെയിനിന് സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് വഴിതെളിക്കും. അതേസമയം ധനകാരകനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലാണ് ഉച്ചസ്ഥിതിയിൽ വരുന്നത് കൊണ്ട് നമ്മൾ മണി ട്രാൻസാക്ഷനിൽ ഒരു കെയർ വേണം. പണം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ അതേസമയം 12-ലൊക്കെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. ആദ്യത്തെ പകുതി സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്, അവസാനത്തെ പകുതി ചൊവ്വയുടെ ദൃഷ്ടി 12-ൽ വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ, ചൊവ്വ, അതുപോലെ ഗുരു, ഈ 3 ഗ്രഹങ്ങളുടെ ദൃഷ്ടി 12-ൽ വരുന്ന മാസമാണ്. അപ്പം നമുക്ക് ഈ പൊതുവെ ഒരു ചെലവ് ഈ കുറുകാരുടെ ഭാഗത്ത് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 12-ൽ വരുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം എന്ന് പറയാം. ഇപ്പോൾ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൂരയാത്രകൾക്ക് വേണ്ടി ഒക്കെയുള്ള ചിലവ് ഈ സമയത്ത് ഉണ്ടാകാം. മറ്റ് അനാവശ്യ ചിലവുകൾ കുറയ്ക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യവാരം അനുകൂല സമയമാണ്. 7-ാം ഭാവാധിപനായിട്ട് ബുധൻ 7-ൽ ബലവാനാണ്. അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ആദ്യത്തെ വാരം ബുധനോടൊപ്പം 7-ൽ സ്ഥിതി വരികയാണ്. അവസാനം ബുധൻ അഷ്ടമത്തിലേക്ക് മാറുന്നു. അപ്പോൾ പൊതുവെ വിവാഹ ആലോചനകൾക്ക് ആദ്യത്തെ 3 വാരം അനുകൂലമാണ്. കാരണം 7-ാം ഭാവാധിപൻ 7-ൽ തന്നെ നിൽക്കുന്ന സമയമാണ്. അതേസമയം ബുധൻ അഷ്ടമത്തിലേക്ക് ജൂൺ 22-ന് മാറുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ വാരം ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാം, അല്ലെങ്കിൽ മെല്ലപ്പോക്ക് വരാം. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ലാണ് ജൂൺ 19 വരെ. അത് പ്രണയബന്ധത്തിനൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിന് പുഷ്ടി ഉണ്ടാകും. ചൊവ്വ 12-ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ കമിതാക്കൾക്കൊക്കെ ദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രണയ പങ്കാളിക്ക് വേണ്ടിയൊക്കെ ധനച്ചെലവ് ചിലപ്പോൾ ഉണ്ടാകാം. 12-ാം ഭാവാധിപനായ ചൊവ്വ 5-ൽ വരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ പ്രണയ പങ്കാളിക്ക് വേണ്ടി പണച്ചെലവൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 20 മുതൽ ഈ 5-ാം ഭാവാധിപനായ ചൊവ്വ 6-ലേക്ക് മാറുന്നുണ്ട്. അത് പ്രണയബന്ധത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ തർക്കങ്ങൾ കമിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ആദ്യ പകുതി സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. ദമ്പതിമാർ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്, ഷോപ്പിങ്ങിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സൂര്യൻ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ 7-ലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ 7-ലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കിയേക്കാം. അത് നമ്മുടെ ബന്ധത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ 7-ാം ഭാവാധിപൻ അഷ്ടമത്തിലും കൂടെ പോകുന്ന സമയമാണ്. അപ്പോൾ അഷ്ടമത്തിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും അവസാനത്തെ വാരം സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ശനി 4-ൽ, പ്രത്യേകിച്ച് കണ്ടകശനി സമയമാണ്. ഇപ്പോൾ 2-ലൊക്കെ ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ളത് നല്ലതാണ്. 4-ലും ആ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4 നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടകശനി കൊണ്ടുള്ള ദോഷങ്ങൾ, അല്ലെങ്കിൽ ശനി സുഖസ്ഥാനത്ത് നിൽക്കുക വഴി ഉണ്ടാകാവുന്ന ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. അത് നമുക്ക് ഡൊമസ്റ്റിക് എൻവറോൺമെൻറ്റ് പീസ്ഫുൾ ആകാൻ അത് സഹായിക്കും എന്ന് തന്നെ പറയാം. വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് പുതുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ 4-ലെ ആ വേഴത്തിൻ്റെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യുമെന്ന് പറയാം.
അതുപോലെ നമുക്ക് പൊതുവെ മാനസികമായിട്ട് ഉള്ള ആ ടെൻഷനൊക്കെ ശനിയൊക്കെ 4 നിൽക്കുക വഴി ഉണ്ടാകുന്ന ആ ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറയാൻ ആ 4-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി 4-ാം ഭാവാധിപനോടെ ദൃഷ്ടി ചെയ്യുന്നത് വഴിതെളിക്കും. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരുവാണ് അഷ്ടമത്തിൽ ഉച്ചസ്ഥനാകുന്നു എന്നുള്ളതുകൊണ്ട്, അതുപോലെ അതിൻ്റെ 9-ാം ഭാവമാണ് ഈ 4, അവിടെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അല്പം ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകാം. അപ്പോൾ അത് ചിലപ്പോൾ ഡിവൈനായിട്ടുള്ള ബ്ലെസ്സിങ്സിനും സാധ്യത കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില പോസിറ്റീവ് ചേഞ്ച് അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ബാഡ് ഹാബിറ്റൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ജൂൺ 1, 13, 14, 17, 18, 27, 28 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരത് ഒഴിവാക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഉള്ള ഒരു പൊതുഫലമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്കുണ്ടാക്കുള്ളൂ. അതേസമയം ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, അത് ഈ ദശ, അപകാരം, ഛിദ്രമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ കാരണം ഇപ്പോൾ നമുക്ക് നടക്കുന്ന ദശ, അപകാരം, ഛിദ്രമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ഗോചര ഗ്രഹസ്ഥിതിയേക്കാളും കൂടുതൽ സ്വാധീനിക്കും. അതൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ പറയാൻ പറ്റും. ഇനി നമുക്ക് ഞാനിവിടെ ഇപ്പോൾ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഫലം പറഞ്ഞു. ഇപ്പോൾ ധനുക്കൂറിൽ പെടുന്ന ചിലർ മാത്രമേ ധനുലഗ്നക്കാരായിട്ട് വരുള്ളൂ. മറ്റുള്ളവരെല്ലാം മറ്റ് ലഗ്നരാശികളിലായിരിക്കാം. അപ്പോൾ ഈ ലഗ്നമല്ലാത്ത ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏത് ലഗ്നരാശി എന്നറിഞ്ഞ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും. മാത്രമല്ല, നമ്മൾ ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് അല്പം സ്ഥൂലമാണ്. അതേസമയം സൂക്ഷ്മമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് ലഗ്നഫലമാണ്. അപ്പോൾ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നരാശി ഏതെന്ന് കണ്ട് ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.